ഒരു കോടീശ്വരൻ തന്റെ മകളുമായി ഒരു ഫുഡ് ട്രക്കിന്റെ അടുത്ത് നിർത്തി പറഞ്ഞു, ഈ തെരുവിൽ ഏറ്റവും നല്ല ടാക്കോസ് കിട്ടുന്നത് ഈ ട്രക്കിൽ നിന്നാണ്. പക്ഷേ 2 മാസത്തിനുള്ളിൽ ഇത് പൂട്ടും. മകൾ ചുറ്റും നോക്കി ചോദിച്ചു, അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? അയാൾ നടപ്പാതയിലേക്ക് ചൂണ്ടി പറഞ്ഞു, കാരണം 20 പേർ ഇപ്പോൾ ഇതിന്റെ മുന്നിലൂടെ നിർത്താതെ നടന്നുപോയി. ക്യൂ ഇല്ലാത്ത ഒരു കടയിൽ ആദ്യത്തെ കസ്റ്റമർ ആവാൻ ആർക്കും താൽപ്പര്യമില്ല. അയാൾ അടുത്തുള്ള ഹാർഡ്വെയർ കടയിൽ നിന്ന് $11 2 വില കുറഞ്ഞ റോപ്പ് സ്റ്റാൻഡുകൾ വാങ്ങി ട്രക്കിന്റെ ജനലിനു മുന്നിൽ വെച്ചു. ഉടമയോട് പറഞ്ഞു, ആദ്യത്തെ 3 ഓർഡറുകൾ 30 സെക്കൻഡ് വൈകിച്ചു കൊടുക്കൂ. അവർ കാത്തിരിക്കുമ്പോൾ സൗജന്യമായി ഫ്രൈസ് നൽകൂ. ക്യൂ നിൽക്കാൻ മാത്രം എന്തോ ഉണ്ടെന്ന് തോന്നിപ്പിക്കണം. മകൾ ചിരിച്ചു. അത് വ്യാജ ക്യൂ ആണല്ലോ. കോടീശ്വരൻ തലയാട്ടി പറഞ്ഞു, 40 മിനിറ്റിനുള്ളിൽ ഈ ബ്ലോക്കിലെ ഏറ്റവും യഥാർത്ഥ ക്യൂവായി ഇത് മാറും. നോക്കിക്കോ. ഉച്ചയോടെ മെനു പോലും വായിക്കാതെ ആളുകൾ ക്യൂവിൽ ചേരാൻ തുടങ്ങി. അവർ ഭക്ഷണത്തിന്റെ മണമറിഞ്ഞു, ആൾക്കൂട്ടത്തെ കണ്ടു, കാത്തിരിക്കാൻ മാത്രം വിലയുള്ളതാകണം എന്നൂഹിച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപ് ഉടമ 63 ഉപഭോക്താക്കൾക്ക് വിളമ്പി. കഴിഞ്ഞയാഴ്ച മുഴുവൻ കിട്ടിയതിനേക്കാൾ കൂടുതൽ അയാൾ 4 മണിക്കൂറിൽ സമ്പാദിച്ചു. $11 റോപ്പ് സ്റ്റാൻഡുകൾ $900 വിൽപ്പനയുണ്ടാക്കി. ഉടമ ചോദിച്ചു, സൗജന്യ ഫ്രൈസാണോ കാരണം? കോടീശ്വരൻ പറഞ്ഞു, അല്ല, ഫ്രൈസ് വെറും ചൂണ്ടയായിരുന്നു. ആളുകൾ ആദ്യം രുചി നോക്കിയല്ല ഭക്ഷണം വിലയിരുത്തുന്നത്, എത്ര അപരിചിതർ ഇതിനകം കഴിക്കുന്നുണ്ട് എന്ന് നോക്കിയാണ്. മകൾ ചോദിച്ചു, അപ്പോൾ ഉൽപ്പന്നം മാറിയില്ലേ? അയാൾ ചിരിച്ചു. ഉൽപ്പന്നം എപ്പോഴും നല്ലതായിരുന്നു, പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു. കാരണം വിശ്വാസം മെനുവിൽ നിന്ന് വരുന്നതല്ല, മുന്നിൽ നിൽക്കുന്ന ആൾക്കൂട്ടത്തിൽ നിന്നാണ് അത് വരുന്നത്.